ഹലോ, നമ്മളിന്ന് വീട്ടിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പാല് കൊണ്ട് വീട്ടിൽ തന്നെ എങ്ങനെ ഗ്രീക്ക് യോഗട്ട് ഉണ്ടാക്കാമെന്നാണ് കാണാൻ പോകുന്നത്. അപ്പോൾ പാല് നമുക്ക് എല്ലാവർക്കും ഇവിടെ ഇഷ്ടം പോലെ അവൈലബിൾ ആയിട്ടുള്ള സൗകര്യമാണ്. തൈര് നമ്മൾ വീട്ടിലെല്ലാവരും ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ മാർക്കറ്റിൽ നമുക്ക് പ്രോബയോട്ടിക് കേർഡായിട്ടും ഗ്രീക്ക് യോഗട്ടായിട്ടൊക്കെ അവൈലബിൾ ആണ്. പക്ഷേ നമ്മൾ റേറ്റ് കമ്പയർ ചെയ്യുമ്പോൾ 200-300 പ്ലസ് ആണ് നമ്മൾ ഈ ഗ്രീക്ക് യോഗട്ടിൻ്റെയും പ്രോബയോട്ടിക് കേർഡിൻ്റെയൊക്കെ റേറ്റ് വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പം ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് 1 ലിറ്റർ മിൽക്കാണ്. നമ്മളെ വീട്ടിലെ ഫാമിലി മെമ്പേഴ്സിനനുസരിച്ച് നമുക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോബയോട്ടിക് കൾച്ചറിൽ നമ്മൾ മേടിക്കുന്ന പാക്കറ്റിൽ 2 പാക്കറ്റായിരിക്കും നമുക്ക് അവൈലബിൾ ആയിട്ട് ഉണ്ടാവുക. അപ്പോൾ 1 ലിറ്റർ മിൽക്കിന് നമ്മൾ ഒരു സാഷയാണ് യൂസ് ചെയ്യേണ്ടത്. ഒരു സാഷിൻ്റെ അകത്ത് തന്നെ നമുക്കതൊരു പൗഡർ ഫോമിലായിരിക്കും അവൈലബിൾ ആയിട്ട് ഉണ്ടാവുക. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് പാസ്ചറൈസ്ഡ് മിൽക്ക് ആയതുകൊണ്ട് ഞാനതിനെ കംപ്ലീറ്റ്ലി ബോയിൽ ചെയ്യുന്നില്ല. പാസ്ചറൈസ്ഡ് അല്ലാത്ത പാലാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നന്നായിട്ട് അതിനെ തിളപ്പിച്ച ശേഷം പിന്നെ വേണം നമ്മളതിനെ ടെമ്പറേച്ചർ ആറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ നമ്മളുടെ ഒരു വിരലിന് ഡിപ്പ് ചെയ്യാൻ പറ്റുന്ന അത്രയും ടെമ്പറേച്ചറിലേക്കാണ് നമ്മളിത് ചൂടാക്കുന്നത്. അപ്പോൾ അവരുടെ പാക്കറ്റിൽ മാനുവലിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് നമ്മളുടെ ഒരു വിരൽ ഡിപ്പ് ചെയ്ത് പിടിക്കാൻ പറ്റുന്ന അത്രയും ടെമ്പറേച്ചറിലാണ് നമ്മൾ ഈ പ്രോസസ്സ് ചെയ്യേണ്ടത്. നിങ്ങളതിൽ ടെമ്പറേച്ചർ ചെക്ക് ചെയ്യാനുള്ള അപ്പാരറ്റസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചെക്ക് ചെയ്യാം. നമുക്ക് അറൗണ്ട് 30-45 ഡിഗ്രി ആ ഒരു ടെമ്പറേച്ചറിലാണ് നമുക്ക് ഈ ഒരു പ്രോസസ്സ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു സാഷയാണ് നമ്മളിതിന് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കാണാം ഒരു പൗഡറി ഫോമിലാണ് നമ്മളുടെ കൾച്ചറുള്ളത്. പിന്നെ നമുക്ക് കുറച്ച് പാലെടുത്തിട്ട് നന്നായിട്ട് അതിനെ ഒന്ന് മിക്സ് ചെയ്തിട്ടാണ് നമ്മളുടെ ബാക്കിയുള്ള പാലിലേക്ക് അതിനെ ആഡ് ചെയ്യുന്നത്. ഒരു പൗഡർ ഫോമിലുള്ള സാധനം തന്നെ നമ്മൾ മിക്സ് ചെയ്ത് നല്ല പേസ്റ്റ് ഫോമിലേക്ക് ആക്കണം. ഇത് കുറച്ച് ചാലഞ്ചിങ് ആണ്. അപ്പോൾ അതിനുശേഷം നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ പരിപാടി കഴിഞ്ഞു. ഇനി നമുക്ക് നല്ല വൃത്തിയുള്ള നല്ല സ്റ്റെറൈലായിട്ടുള്ള 2 ബോട്ടിലേക്ക് നമുക്ക് നമ്മളുടെ ഈ പാലിൻ്റെ കൾച്ചർ ആഡ് ചെയ്തിട്ടുള്ള ഈ ഒരു മിക്സ്ചർ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മളൊരു 8 hours ആണ് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടത്. നമ്മളെ നാട്ടിൽ ചൂടായതുകൊണ്ട് നമുക്ക് ഈ ടെമ്പറേച്ചറിൽ പുറത്ത് വെച്ചാൽ മതി. തണുപ്പുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ നമ്മൾ ടെമ്പറേച്ചർ ഒരു 30-40-45 ആ ഒരു ടെമ്പറേച്ചറിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഓവനോ എയർ ഫ്രയറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു ടെമ്പറേച്ചർ പ്രീഹീറ്റ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു ഓവനിലേക്ക് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഈ ഫെർമെൻറ്റേഷൻ പ്രോസസ്സ് കുറച്ചും കൂടി ഈസി ആയിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ യോഗേർട്ട്, ഗ്രീക്ക് യോഗേർട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ വേണ്ടിയിട്ട്. വളരെ ഈസിയാണ്. നമുക്ക് ഈ കൾച്ചർ മാത്രം ഉണ്ടായാൽ മതി. അപ്പോൾ ആർക്കെങ്കിലും ഈ കൾച്ചർ ആവശ്യമുണ്ടെങ്കിൽ കൾച്ചറിന് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് DM-ൽ ഷെയർ ചെയ്യാം. ഒരു 8-12 hours ശേഷം നമ്മളെ ഫെർമെൻറ്റേഷൻ പ്രോസസ്സൊക്കെ കംപ്ലീറ്റായി. നമ്മൾ റിസൾട്ട് എങ്ങനെയാണ് വന്നിരിക്കുന്നതെന്ന് കാണണ്ടേ. നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഫെർമെൻറ്റേഷനൊക്കെ പ്രോപ്പറായി നടന്ന്. അപ്പം നമ്മളിതിൽ സ്കൂപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം ആ മിൽക്ക് എത്രത്തോളം നല്ല ക്രീമി ആയി വന്നിട്ടുണ്ട് എന്ന്. പക്ഷെ നമ്മൾ മാർക്കറ്റിൽ കാണുന്ന പോലെ ഭയങ്കര തിക്ക് ആൻഡ് ക്രീമി അല്ല. നമുക്ക് അങ്ങനെ തിക്ക് ആൻഡ് ക്രീമി ആയി കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ചീസ് ക്ലോത്ത് യൂസ് ചെയ്ത് ഇതിൻ്റെ അകത്തുള്ള വാട്ടർ കണ്ടൻറ്റൊക്കെ നമുക്ക് റിമൂവ് ചെയ്ത് നല്ല തിക്ക് ആൻഡ് ക്രീമി ആക്കാം. ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ആ ഒരു പോർഷൻ കൂടെ കാണണമെന്നുണ്ടെങ്കിൽ നമുക്കത് സെക്കൻഡ് പാർട്ടായിട്ട് ചെയ്യാം. സോ അപ്പോൾ ഇതാണ് നമ്മൾ ഈസി ആൻഡ് സിമ്പിളായിട്ട് നമ്മൾ വീട്ടിൽ തന്നെ ഗ്രീക്ക് യോഗേർട്ട് ഉണ്ടാക്കുന്നത്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് റിസൾട്ട്സ് എങ്ങനെയുണ്ടായെന്ന് do let us know. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ ഫ്രം സുസുക്കി.